ഇനി സൈന്യം മാത്രമല്ല, കാശ്മീരിനെ ആകാശത്ത് നിന്ന് നിരീക്ഷിക്കാൻ ഇന്ത്യൻ ഉപഗ്രഹവും റെഡി. ഭീകരാക്രമണവും അതിർത്തി സംഘർഷവും നിത്യഭീഷണിയാണ് കാശ്മീരിൽ. കാശ്മീരിന്റെ കാവലിനായി ഇന്ത്യ ഉപഗ്രഹം വിക്ഷേപിക്കുന്നു. റിസാറ്റ് 1B എന്നാണ് ഈ ഉപഗ്രഹത്തിന്റെ പേര്. ഇതിന്റെ വിക്ഷേപണം വരുന്ന 18-ാം തീയതിയാണ്. രാവിലെ 6:59 ശ്രീഹരിക്കോട്ടിലെ സതീഷ് ധവാൻ നിലയത്തിൽ നിന്ന് PSLV C-61 റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് കുതിക്കും. 1700 കിലോഗ്രാം ഭാരമുണ്ട്. വിക്ഷേപണം നേരിൽ കാണാൻ 40 MP-മാർ ശ്രീഹരിക്കോട്ടയിൽ എത്തും. കാശ്മീരിന് ചൈനയുമായും പാകിസ്ഥാനുമായുള്ള അതിർത്തി വീക്ഷിക്കാൻ ഭൂസ്ഥിര ഭ്രമണത്തിലാണ് റിസാറ്റ് 1B സ്ഥാനമുറപ്പിക്കുന്നത്. ശത്രുക്കളുടെ അസാധാരണമായ ദുരൂഹമായ നീക്കങ്ങൾ, നുഴഞ്ഞുകയറ്റം, അതിർത്തി പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ ഏത് സമയവും നിരീക്ഷിക്കും. മഞ്ഞുമൂടിയ സമയങ്ങളിലും രാത്രികാലങ്ങളിലുമെല്ലാം കാഴ്ചകൾ ഹൈ റെസല്യൂഷനിൽ ഒപ്പിയെടുക്കാൻ സാധിക്കുന്ന സിന്തറ്റിക് അപ്പർച്ചർ റഡാറും 5 വ്യത്യസ്ത മോഡുകളിൽ ചിത്രങ്ങൾ പകർത്താനാകുന്ന ഇമേജിംഗ് ഉപകരണങ്ങളും ഉപഗ്രഹത്തിലുണ്ട്. 1 മീറ്റർ നീളമുള്ള വസ്തുക്കളുടെ വരെ അൾട്രാ ഹൈ റെസല്യൂഷൻ ചിത്രങ്ങൾ പകർത്തും. ഏത് സമയത്തും ഭൂമിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഉപഗ്രഹത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അത്യാധുനിക C-ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ ISRO ഉപഗ്രഹത്തിന് രാത്രി സമയത്തും മഴ, മൂടൽമഞ്ഞ്, മേഘങ്ങൾ തുടങ്ങിയ പ്രതികൂല കാലാവസ്ഥയിലും ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഉയർന്ന റെസല്യൂഷൻ ചിത്രങ്ങൾ പകർത്താൻ സാധിക്കും എന്നതാണ് സവിശേഷത. കാലാവസ്ഥ മോശമാകുമ്പോഴോ ചിത്രങ്ങൾ പകർത്താൻ ഒപ്റ്റിക്കൽ ക്യാമറകൾ പാടുപെടുന്ന അവസരത്തിലോ കൃഷി, വനം, മണ്ണിന്റെ ഈർപ്പം നിരീക്ഷണം, ഭൂമിശാസ്ത്രം, വെള്ളപ്പൊക്കത്തിന്റെ ട്രാക്ക് സൂക്ഷിക്കൽ തുടങ്ങിയ സൈനിക, സിവിലിയൻ ആപ്ലിക്കേഷനുകൾക്കായി 24 മണിക്കൂറും ഇമേജ് നൽകിക്കൊണ്ട് SAR സിസ്റ്റം ഈ പ്രശ്നങ്ങളെ മറികടക്കും. ചെറിയ വസ്തുക്കളെ കണ്ടെത്താൻ കഴിവുള്ള അൾട്രാ ഹൈ റെസല്യൂഷൻ ഇമേജിംഗ് മുതൽ വലിയ പ്രദേശ നിരീക്ഷണത്തിനായുള്ള വിശാലമായ സ്കാനുകൾ വരെയുള്ള 5 വ്യത്യസ്ത ഇമേജിംഗ് മോഡുകൾ ഉപഗ്രഹത്തിൽ ഉൾപ്പെടുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വരുന്ന റിസാറ്റ് 1B വിക്ഷേപണം വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം ഇത് പാകിസ്ഥാനുമായും ചൈനയുമായും ചേർന്നുള്ള ഇന്ത്യയുടെ സെൻസിറ്റീവ് അതിർത്തികൾ കണ്ടെത്തി അവ നിരീക്ഷിക്കുന്നതിൽ പ്രതിരോധ സേനയ്ക്ക് നിർണായകമായ സഹായമാണ് നൽകുക. ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾ വിശാലമാണ്. ഈ തീരപ്രദേശങ്ങളെ മികച്ച രീതിയിൽ നിരീക്ഷിക്കാനും ശത്രുക്കളുടെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യാനും നുഴഞ്ഞുകയറ്റം കണ്ടെത്താനും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനും ഈ ഉപഗ്രഹം സഹായിക്കുമെന്ന് വിദഗ്ധർ അവകാശപ്പെടുന്നു. സൈനിക ഉപകരണങ്ങളുടെ നീക്കം മൂലമുണ്ടാകുന്ന മണ്ണിലെ പുതിയ അസ്വസ്ഥതകൾ, പുതിയ ക്യാമ്പുകൾ, വാഹന ചലനം തുടങ്ങിയ ചെറിയ മാറ്റങ്ങൾ പോലും ഉയർന്ന റെസല്യൂഷനുള്ള റഡാർ ചിത്രങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കും. പരമ്പരാഗത നിരീക്ഷണത്തിന് ഇവ നഷ്ടമായേക്കാം. അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളിൽ ഭൂമിയിലെ സംശയാസ്പദമായ നീക്കങ്ങൾ കൂടുതൽ കൃത്യതയോടെ കണ്ടെത്താൻ സാധിക്കും എന്നതിനാൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇത് വളരെ വലിയൊരു പങ്കാണ് വഹിക്കാൻ ഒരുങ്ങുന്നത്. ബാലാക്കോട്ട് ആക്രമണങ്ങൾ പോലുള്ള പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള നിലവിലുള്ള റിസാറ്റ് പരമ്പരയിലെ ഉപഗ്രഹങ്ങളുടെ പുതിയ വേർഷനാണ് റിസാറ്റ് 1B. റിസാറ്റ് 1ന് സമാനമായി പുതിയ ഉപഗ്രഹം കൂടുതൽ പുരോഗതിയാണ്. ഇത് റിസോഴ്സാറ്റ്, കാട്രോസാറ്റ്, റിസാറ്റ് 2B പരമ്പര തുടങ്ങിയ മറ്റ് ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ഡാറ്റയെ കംപ്ലീറ്റ് ചെയ്യും. വളരെ പെട്ടെന്നാണ് ഇത്തരത്തിലൊരു വിക്ഷേപണത്തിലേക്ക് ഇന്ത്യ എത്തുന്നത്. സാധാരണ ഒരു വിക്ഷേപണ റോക്കറ്റ് നിർമ്മിക്കാൻ 1 മാസം എടുക്കും, ഉപഗ്രഹ നിർമ്മാണത്തിന് 1 വർഷത്തോളവും. എന്നാൽ കാശ്മീരിനായുള്ള ഉപഗ്രഹവും റോക്കറ്റും റെക്കോർഡ് വേഗത്തിലാണ് നിർമ്മിച്ച് വിക്ഷേപണ സജ്ജമാക്കിയത്. മാർച്ചിൽ EOS-09 ഉപഗ്രഹത്തിന്റെ നിർമ്മാണം തുടങ്ങിയിരുന്നു. ഏപ്രിൽ 22-നാണ് പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത്. പഹൽഗാം ആക്രമണം കണക്കിലെടുത്ത് EOS-09 കോൺഫിഗറേഷനുകൾ മാറ്റി അതിവേഗം നിർമ്മാണം പൂർത്തിയാക്കി. സേനയ്ക്കായി 11 ഉപഗ്രഹങ്ങളാണ് ഇതുവരെയുള്ളത്. ഭൂനിരീക്ഷണം, കാലാവസ്ഥ വിലയിരുത്തൽ എന്നിവയ്ക്കുൾപ്പെടെ സേനയുടെ ആവശ്യങ്ങൾക്കായി 11 ഉപഗ്രഹങ്ങൾ ഇതിനോടകം ഇന്ത്യ വിക്ഷേപിച്ചിട്ടുണ്ട്. മൈക്രോസാറ്റ്, MESAT, EOS ശൃംഖലയിൽപ്പെട്ടവയും GSAT, GS7A എന്നിവയും ചേർന്നതാണ് ഈ ഉപഗ്രഹങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമാൻസ്.